ഖാദറിനോട് ചോദിക്കാനുള്ള 5 ചോദ്യങ്ങൾ. ഒന്നാമത്തെ വിഷയം, റിഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൊടുക്കാത്ത എന്ത് പ്രൈവസിയാണ് ഈ ബാച്ച എന്ന് പറയുന്ന ക്രിമിനലിന് ഖാദർ കൊടുത്തത്? CCTVയിൽ കൃത്രിമത്വം കാണിക്കും. ഖാദർ കരിപ്പൊടി പുറത്തുവിട്ട പല തെളിവുകളിലും റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു പ്രൈവസിക്കും മാനിക്കാതെ പല വീഡിയോസുകളും പോസ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ബാച്ചയുടെ അവസ്ഥ വരുന്ന സമയത്ത് അവൻ്റെ CCTVയിൽ കൃത്രിമത്വം കാണിക്കുന്നു, ബ്ലർ ചെയ്യുന്നു, മാസ്ക് ഇടാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നു. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ഖാദർ കരിപ്പൊടി? പുറത്തുവിട്ട തെളിവുകൾ നിന്നോട് തന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ നിനക്ക് ഉത്തരം മുട്ടുന്നത് എന്താണെന്നറിയുമോ? ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു കള്ളം എന്നുള്ളത് ഒരിക്കൽ മാത്രമാണ് പറയാൻ പറ്റുക. പിന്നീട് അതേ കള്ളം പിന്നീട് ആവർത്തിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ബാച്ചയുടെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ബാച്ച എന്നെ ഭീഷണിപ്പെടുത്തുന്നു, നിന്നെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഇത് തന്നെയല്ലേ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. വീഡിയോയിൽ പോലും ബാച്ച റിഫയെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണഭൂതൻ മാത്രമാണ് ബാച്ച. ഇത് മാത്രമാണ് ഇന്നും ഞാൻ വിളിച്ചുകൊണ്ടേ. റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ ഒഴിവാക്കി റഫ്താസ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ ഏൽപ്പിച്ചത് എന്തിനായിരിക്കും? ഇന്നലെ പുറത്തുവിട്ട കുറച്ച് പറയുന്ന വക്കീലിനെ പറ്റി ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിലെ നാടകം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഓർക്കും. ബാച്ചയുടെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ബാച്ചയ്ക്ക് ബിസിനസ്സിൽ ഒരുപാട് നഷ്ടമുണ്ടായത്രേ. ബിസിനസ്സിലുണ്ടായ നഷ്ടത്തെക്കാൾ എത്രയോ വലുതല്ലേ റിഫ എന്ന് പറയുന്ന ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ മകളുടെ നഷ്ടം? അത് നികത്താൻ നിന്നെക്കൊണ്ട് കഴിയുമോ? അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ഖാദർ കരിപ്പൊടി എന്ന ക്രിമിനലിനെ 4 വർഷമായിട്ടും കിട്ടാത്ത നീതി ഇന്നോ നാളെയോ നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ആ കുടുംബത്തെയും കേരള സമൂഹത്തെയും ഒന്നാകെ പറ്റിക്കുന്ന ഖാദർ കരിപ്പൊടി, നിന്നെപ്പറ്റി ജനസമൂഹം മാറി ചിന്തിക്കുമോ എന്നുള്ള ഭയം നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. മെഹനാസ് എന്ന പ്രതിയിൽ മാത്രം ഈ കേസിനെ ഒതുക്കി തീർത്ത് കേസ് അട്ടിമറിച്ച് രക്ഷപ്പെടാമെന്ന് 7-ാം കടലിനടിയിൽ പോയി ഒളിച്ചാലും ഖാദർ കരിപ്പൊടി, നീ ചെയ്ത നിന്റെ ചെയ്തികൾ നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. നീ ഭയപ്പെടുന്നു മാറി ചിന്തിക്കുന്ന സമൂഹത്തെ. എന്നെ മാത്രമാണോ നീ ഭയപ്പെടുന്നത്? അല്ല, മാറി ചിന്തിക്കുന്ന ഒരു സമൂഹം നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നീ വല്ലാണ്ട് ഭയപ്പെടുന്നു, വെപ്രാളപ്പെടുന്നു. അതുകൊണ്ടല്ലേ ഫൈഷാം എന്ന് പറയുന്ന ക്രിമിനലിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത അവൻ വീഡിയോ ചെയ്തു. ഫൈയുമായി ബന്ധപ്പെട്ട കേസിൽ നീ എന്നെ വലിച്ചിട്ടപ്പോൾ നീ ഇത്രക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിനക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു ജനസമൂഹം പുറത്തോട്ട് വരുമെന്നുള്ളതല്ലേ? ശരിക്കും നീ ആ ഒരു ദിവസത്തെ ഓർത്ത് ശപിക്കുന്നില്ല ഖാദർ?